ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ടാണ്. ഇതങ്ങനെ അധികം ആൾക്കാർക്ക് അറിയാൻ വഴിയില്ല, പക്ഷേ നല്ലൊരു മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നല്ലൊരു ബിസിനസ് പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. നമ്മുടെ നാട്ടിലെ എല്ലാവരും യൂസ് ചെയ്യുന്ന എല്ലാ വീടുകളിലും യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് വെളിച്ചെണ്ണ എന്ന് പറയുന്നത്, കോക്കനട്ട് ഓയിൽ. അപ്പോൾ നല്ല ക്വാളിറ്റി കോക്കനട്ട് ഓയിൽ കിട്ടാനായിട്ട് നമ്മളിപ്പം വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്നും അതുപോലെയുള്ള മറ്റ് പല സ്റ്റേറ്റുകളിൽ നിന്നിട്ടും ഇതിൽ മിക്സ് ചെയ്യാനായിട്ടുള്ള കെമിക്കൽ ആഡ് ഓൺ ചെയ്തിട്ടാണ് പല സ്ഥാപനങ്ങളും ഈ വെളിച്ചെണ്ണ സോൾഡ് ചെയ്യുന്നുണ്ടാവാം. പക്ഷേ അത്തരത്തിലുള്ള വെളിച്ചെണ്ണകൾ നമ്മുടെ ശരീരത്തിന് ഭയങ്കര ദോഷമാണ്. പക്ഷേ നമ്മുടെ ഇവിടെ, അതായത് കേരളത്തിൽ തന്നെ നമുക്ക് ഈ വെളിച്ചെണ്ണ മാർക്കറ്റ് വിലയെ വിട്ട് ഒരു 20 രൂപ 30 രൂപ ഡിഫറൻസിന് കിട്ടാനുള്ള കാര്യം നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾ ഇത് എവിടെയാണ് ഇത് കിട്ടുക എന്നാണുള്ളത്. ഞാൻ പറയാം. അതായത് കാലിത്തീറ്റ മാനുഫാക്ചറിങ് ചെയ്യുന്ന കമ്പനികളുണ്ടല്ലോ, അവിടെ മെയിനായിട്ടുള്ള റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഈ വെളിച്ചെണ്ണ ആട്ടി കിട്ടുന്ന പിണ്ണാക്കാണ്. അപ്പോൾ നോർമലി നമ്മുടെ നാട്ടിലുള്ള സാധാരണ സ്ഥാപനങ്ങളിൽ വെളിച്ചെണ്ണ ആട്ടി കഴിഞ്ഞാലും ഈ പിണ്ണാക്കിൽ ഒരു 15-20% വരെ വെളിച്ചെണ്ണ ഉണ്ടായിരിക്കും. ഇത്തരം വെളിച്ചെണ്ണകൾ ഈ കാലിത്തീറ്റ മാനുഫാക്ചറിങ് ചെയ്യുന്ന സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോൾ അവിടെ അഡ്വാൻസ്ഡ് ടെക്നോളജി യൂസ് ചെയ്തിട്ട് ആ 20% കൂടി അവർ എക്സ്ട്രാക്റ്റ് ചെയ്യും കാലിത്തീറ്റ മാനുഫാക്ചറിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കുന്ന വെളിച്ചെണ്ണയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റ് വിലയിൽ വിട്ട് ഒരു 30 രൂപയൊക്കെ ഡിഫറൻസിന് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കാം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഇത് ഹോൾസെയിലായിട്ട്, അതായത് മിനിമം ഒരു 10,000 ലിറ്ററെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഇങ്ങനെ വെളിച്ചെണ്ണ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വെളിച്ചെണ്ണ ഷോപ്പുകളിലും അതുപോലെ തന്നെ ഹോട്ടലുകളിലും ഒക്കെ നല്ല കോമ്പറ്റേറ്റീവ് പ്രൈസിന് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ മിനിമം 1 ലിറ്ററിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ ബിസിനസ് ചെയ്താലും 10 രൂപ മാർജിൻ ഉണ്ടായിരിക്കുന്നതാണ്. നമ്മൾ കാലിത്തീറ്റ മാനുഫാക്ചറിങ് ചെയ്യുന്ന സ്ഥലത്തു നിന്ന് മേടിക്കുന്ന വെളിച്ചെണ്ണയുടെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെളിച്ചെണ്ണയ്ക്ക് കളർ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അത് നമ്മൾ വിൽക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ കടക്കാരോ അല്ലെങ്കിൽ ഹോട്ടലുകാർ ചിലപ്പോൾ പറയാൻ ചാൻസ് ഉണ്ട് ഇത് ഒറിജിനൽ അല്ല, മായം ചേർത്താണെന്ന്. അപ്പോൾ അത്തരം സിറ്റുവേഷൻ ഒഴിവാക്കാനായിട്ട് നമുക്ക് നാട്ടിൽ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കോപ്പറാക്കി ഉണക്കി എക്സ്ട്രാക്റ്റ് ചെയ്തതിന് ശേഷം ഈ വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടും ഒരുപോലെ തന്നെയാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ മാർക്കറ്റ് വിലയിൽ ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റും, നല്ല പ്രൈസിങ്ങിൽ നമുക്ക് വിൽക്കാൻ പറ്റും, നല്ല ഓർഡറും ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾക്ക്. പിന്നെ വെളിച്ചെണ്ണ ഇപ്പോൾ കുറച്ചും കൂടി ഡിമാൻഡ് ഉണ്ട്. ഇത് അമ്പലങ്ങളിലൊക്കെ ഇപ്പോൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ മായം ചേർത്തായതുകൊണ്ട് ഭയങ്കര പുകയും കാര്യങ്ങളൊക്കെ പിടിക്കണമായതുകൊണ്ട് ഇപ്പോൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ അമ്പലങ്ങളിലും നിങ്ങൾക്ക് ഈ വെളിച്ചെണ്ണ കൊടുക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങളത് ഒന്ന് സ്റ്റഡി ചെയ്തതിന് ശേഷം നിങ്ങൾ ബിസിനസ് ചെയ്യാൻ നോക്കാം. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ബൈ.